നമസ്കാരം. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ എരിഞ്ഞടങ്ങി ട്രംപ്. ഇറാന്റെ തിരിച്ചടിയിൽ ട്രംപ് വിറയ്ക്കുകയാണ്. ഇത് പറയാൻ കാരണം യുദ്ധ സമാനമായ സാഹചര്യം പേർഷ്യൻ ഗൾഫ് മേഖലകളിൽ ഉണ്ടാകുന്നു. അമേരിക്കയുടെ അഹങ്കാരത്തിന് വളരെ കൃത്യമായുള്ള തിരിച്ചടി കൊടുക്കുക അല്ലെങ്കിൽ കരണത്തടി കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രതിരോധങ്ങൾ ഇവയൊക്കെ വളരെ കൃത്യമായി നടപ്പിലാക്കുന്നു. ഇറാൻ തൊടുത്തുവിടാൻ പോകുന്നത് ഇവരാരും പ്രതീക്ഷിക്കാത്ത മിസൈലുകളാണ്. അതുതന്നെയാണ് ഇറാന്റെ കരുത്ത്, അല്ലെങ്കിൽ ഇറാന്റെ പേർഷ്യൻ കരുത്ത് എന്ന് പറയപ്പെടുന്ന ഇതാണ്. അതിൽ വിറച്ചു പോകുന്ന ട്രംപിനെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പേർഷ്യൻ ഗൾഫിലെ ഓളപ്പരപ്പുകൾക്ക് ഇപ്പോൾ യുദ്ധത്തിന്റെ ഒരു ഗന്ധമുണ്ട്. ലോകത്തെ വിറപ്പിക്കുന്ന അമേരിക്കൻ നാവികസേനയുടെ അഭിമാനമായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന പടുകൂറ്റൻ വിമാനവാഹിനി കപ്പൽ ഈ അറേബ്യൻ തീരങ്ങളിലേക്ക് അടുക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങളിലേക്കാണ്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ പെന്റഗണിലെ ഉറക്കം കെടുത്തുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് വെറുമൊരു അധികാര വടംവലിയല്ല, മറിച്ച് ഇതൊരു നൂതന സാങ്കേതിക വിദ്യയും പരമ്പരാഗത സൈനിക കരുത്തും തമ്മിലുള്ള ഒരു കോസ്മിക് യുദ്ധം കൂടിയാണ്. അമേരിക്കൻ അപ്രമാദിത്വത്തെ വെല്ലുവിളിക്കുന്ന ഇറാന്റെ ഫത്താഹ് 2 എന്ന അത്ഭുത മിസൈലിന് ലിങ്കണെ തകർക്കാനാകുമോ എന്ന ചോദ്യം ഒരു സിനിമാറ്റിക് ത്രില്ലർ പോലെ ലോകത്തിന് മുന്നിൽ നിലനിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തിയാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ അപ്രമാദിത്വത്തെ വെല്ലുവിളിക്കുന്ന ഇറാന്റെ ഫത്താഹ് 2 എന്ന് പറയപ്പെടുന്ന അത്ഭുത മിസൈൽ എബ്രഹാം ലിങ്കൺ എന്ന് പറയപ്പെടുന്ന വിമാനവാഹിനി കപ്പലിൽ പതിക്കുകയാണെങ്കിൽ തകർന്നടിയുന്നത് 90ഓളം വരുന്ന മിസൈലുകളും അതുപോലെ തന്നെ ഹൈപ്പർസോണിക് വിമാനങ്ങൾ അടക്കമുള്ളവയായിരിക്കും. ഇറാന്റെ സൈനിക കരുത്തിന്റെ കുന്തമുനയായിട്ടുള്ള ഫത്താഹ് 2 എന്ന് പറയപ്പെടുന്ന വെറുമൊരു മിസൈലല്ല, മറിച്ചത് ആധുനിക യുദ്ധതന്ത്രങ്ങളെ തന്നെ തിരുത്തി എഴുതിയ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളാണ്. ആകാശത്തിന്റെ അനന്തതയിൽ നിന്ന് മാക് 13, അതായത് ശബ്ദത്തിന്റെ 13 ഇരട്ടി വേഗത എന്ന അവിശ്വസനീയമായിട്ടുള്ള വേഗതയിൽ കുതിച്ചു പായാൻ ഇതിന് കഴിയുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സാധാരണ നമുക്കറിയാവുന്ന ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു കൃത്യമായിട്ടുള്ള പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഫത്താഹ് 2 എന്ന് പറയപ്പെടുന്ന സഞ്ചാരത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഗതി മാറാൻ കെൽപ്പുള്ളതാണ്. അമേരിക്കയുടെ അത്യാധുനിക റഡാറുകളെയും മാത്രമല്ല ഇന്റർസെപ്റ്റർ അൽഗോരിതങ്ങളെയും ഒക്കെ ഇത് അക്ഷരാർത്ഥത്തിൽ അന്ധമാക്കുകയാണ് ചെയ്യുന്നത്. ഒരു മിസൈൽ തൊടുത്ത് 5 സെക്കൻഡ് കഴിഞ്ഞത് എവിടെയായിരിക്കുമെന്ന് പ്രവചിക്കുവാൻ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ കമ്പ്യൂട്ടറുകൾക്ക് പോലും സാധിക്കാത്തൊരവസ്ഥ. അപ്പോൾ ഈ അനിശ്ചിതത്വം തന്നെയാണ് ഇറാന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയപ്പെടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്ക വിചാരിക്കാത്ത തലങ്ങളിലേക്ക് ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നുള്ളത്. കത്തിച്ചു കളയും, ചാരമാക്കി കളയും. അതാണ് ഇറാന്റെ ഒരു പ്രത്യേകത. ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ മിസൈലിന് ചുറ്റുമുണ്ടാകുന്ന ഭൗതിക മാറ്റങ്ങൾ അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ്. മാക് 13-ൽ അന്തരീക്ഷത്തിലൂടെ തുളച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായിട്ടുള്ള ഘർഷണം മിസൈലിന് ചുറ്റും പ്ലാസ്മയുടെ ഒരു കവചം തീർക്കുന്നു. അതിതാപനിലയിലുള്ള ഈ പ്ലാസ്മ പാളി അത് റേഡിയോ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്നതിനാൽ തന്നെ US ലിങ്കണിലെ റഡാർ സെന്ററുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ സെൻസറുകൾക്ക് മിസൈലിനെ കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയാത്ത ബ്ലൈൻഡ് സ്പോട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നു. അത്തരത്തിൽ ബ്ലൈൻഡ് സ്പോട്ടുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അദൃശ്യമെങ്കിലും കണ്ടെത്താൻ വൈകുന്നത് പ്രതിരോധിക്കുവാൻ കിട്ടുന്ന സമയം മിനിറ്റുകളിൽ നിന്ന് വെറും സെക്കൻഡുകളായി കുറയ്ക്കുന്നു എന്നതാണ്. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ മരണം മുന്നിലെത്തുന്ന ഈ അവസ്ഥ ലിങ്കണിലെ നാവികർക്ക് വലിയൊരു സമ്മർദ്ദമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മിസൈലിനുള്ളിൽ തകർന്ന് തീരാകുന്നതേ ഉള്ളൂ അമേരിക്കയുടെ ഈ തകർപ്പൻ വിപ്ലവ സംവിധാനമായിട്ടുള്ള എബ്രഹാം ലിങ്കൺ. എന്നാൽ ഈ ഭീഷണിയെ ചെറുക്കുവാൻ അമേരിക്കയും സർവ്വസജ്ജമാണ്. അമേരിക്കൻ ആയുധപ്പുരയിലെ സ്റ്റാൻഡേർഡ് മിസൈൽ ഡ്യുവൽ IF എന്ന് പറയപ്പെടുന്നതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകളെ അതിന്റെ അവസാന ഘട്ടത്തിൽ തകർക്കാൻ ശേഷിയുള്ള ഏക കവചമാണിത്. പക്ഷേ ഇതിന്റെ കൃത്യത എന്നതൊരു ബുള്ളറ്റ് ഉപയോഗിച്ച് മറ്റൊരു ബുള്ളറ്റിനെ വെടിവെച്ച് വീഴ്ത്തുന്നതിന് തുല്യമാണ്. ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് അതിന്റെ ഊർജ്ജ വ്യതിയാനം കണക്കാക്കി പാത പ്രവചിക്കേണ്ടി വരും. യുദ്ധത്തിന്റെ ചൂടിൽ ഒരു ചെറിയ പിശക് പോലും ലിങ്കന്റെ സർവനാശത്തിന് കാരണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അപ്പോൾ ഈ യുദ്ധത്തിലെ മറ്റൊരു പ്രധാന തടസ്സം എന്ന് പറയുന്നത് കിൽ ചെയിൻ എന്നറിയപ്പെടുന്ന പ്രക്രിയയാണ്. അതായത് ഇറാന്റെ മിസൈലുകൾ വേഗതയുള്ളതാണ് എങ്കിലും 30 നോട്ട് വേഗതയിൽ കടലിലൂടെ ഗോസ്റ്റ് മോഡിൽ സഞ്ചരിക്കുന്ന ലിങ്കണെ കണ്ടെത്തുക എന്നത് പ്രയാസകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് മിസൈൽ വിക്ഷേപിക്കുമ്പോൾ കപ്പൽ ഉണ്ടായിരുന്ന സ്ഥാനത്താവില്ല മിസൈൽ എത്തുമ്പോൾ കപ്പൽ ഉണ്ടാവുക. 10 മിനിറ്റ് കൊണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിക്കുവാൻ ഈ ലിങ്കണ് സാധിക്കുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.
മാക് 13 വേഗതയിൽ വരുന്ന ഒരു ഗ്ലൈഡറിന് ചലിക്കുന്ന ലക്ഷ്യത്തെ കണ്ടെത്തുവാനുള്ള കാഴ്ചാപരിധി പരിമിതമാണ് എന്നുള്ളതാണ്. ഇവിടെയാണ് ഇറാന്റെ ഉപഗ്രഹ ഡ്രോൺ നിരീക്ഷണ സംവിധാനങ്ങളുടെ പ്രസക്തി കൂടുന്നത്. യഥാർത്ഥത്തിൽ ആണവായുധമില്ലാത്ത ഒരു ഹൈപ്പർസോണിക് മിസൈലിനെ ലിങ്കൺ പോലൊരു ഭീമൻ കപ്പലിനെ പൂർണ്ണമായിട്ടും മുക്കിക്കളയുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഈ നിമിറ്റ്സ് ക്ലാസ് കാരിയർ ആയിട്ടുള്ള ലിങ്കൺ ആയിരക്കണക്കിന് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഉരുക്കുകോട്ടയാണ്. അപ്പോൾ ഇതിനെ മുക്കേണ്ട ആവശ്യമില്ല. പകരം ഒരു മിഷൻ കിൽ നടത്തിയാൽ മാത്രം മതി. അതായത് മാക് 10 വേഗതയിൽ വരുന്ന 2000 പൗണ്ട് ഭാരമുള്ള ഒരു മിസൈൽ ഫ്ലൈറ്റ്, അത് ഡക്കിൽ ഇടിച്ചാൽ ഉണ്ടാകാവുന്ന ഊർജം, അത് റൺവേ തകർക്കുവാനും താഴെയുള്ള വിമാനം, ഈ വിമാനത്തിന്റെ ഇന്ധനം അത് പൊട്ടിത്തെറിക്കുവാനും ധാരാളമാണ്. അതോടുകൂടി F-35 വിമാനങ്ങൾക്ക് പറന്നു വരാൻ കഴിയാതെ വരികയും ആധുനിക യുദ്ധക്കപ്പൽ വെറും ഒരു ഉരുക്ക് കഷ്ണമായി തീരുകയും ചെയ്യും. എങ്കിലും പരസ്പരമുള്ള ഈ ഏറ്റുമുട്ടലിന് മുമ്പ് ആദ്യം തന്നെ ഇലക്ട്രോണിക് യുദ്ധമുറകൾ നടക്കും. ഇതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ലിങ്കണിലെ തന്നെ ബ്ലോക്ക് 3 എന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം വരുന്ന മിസൈലിന്റെ സെൻസറുകളെ കരിച്ചു കളയാൻ കെൽപ്പുള്ള ഊർജ രശ്മികൾ പ്രസരിപ്പിക്കുമെന്നുള്ളതാണ്. അതീവ സങ്കീർണമായിട്ടുള്ള സെൻസറുകളെ ആശ്രയിക്കുന്ന ഫത്താ 2 മിസൈലുകളുടെ ഗൈറോസ്കോപ്പുകളെ ആശയക്കുഴപ്പത്തിലാക്കി അവയെ ലക്ഷ്യത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ കടലിൽ വീഴ്ത്താൻ അമേരിക്കൻ സാങ്കേതിക വിദ്യക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കും. അന്തിമമായിട്ട് ഈ യുദ്ധത്തിന്റെ വിധി നിശ്ചയിക്കുന്നത് സാങ്കേതിക വിദ്യ മാത്രമല്ല, മറിച്ചതിന്റെ അളവ്, ക്വാണ്ടിറ്റി കൂടിയാണ്. ഒരു മിസൈൽ ലിങ്കണെ തകർക്കില്ലായിരിക്കാം, എന്നാൽ ഒരേ സമയം ഡസൻ കണക്കിന് മിസൈലുകൾ അയക്കുന്ന സാച്ചുറേഷൻ സ്വാം, ആ രീതി ഇറാൻ അവലംബിച്ചാൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ ആകെ തകരാറിലാകും. കപ്പലിന്റെ പക്കലുള്ള പ്രതിരോധ വെടിയുണ്ടകളെക്കാൾ കൂടുതൽ മിസൈലുകൾ തൊടുക്കുവാൻ ഇറാന് കഴിഞ്ഞാൽ ആധുനിക ഗണിതശാസ്ത്രം അമേരിക്കക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു പോരാട്ടം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് ലോകക്രമം ആര് നിശ്ചയിക്കും എന്നതിന്റെ പരീക്ഷണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറാന്റെ ഫത്താ 2 പോലുള്ള ആയുധങ്ങൾ തെളിയിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യ കൈവശമുള്ള ഒരു രാഷ്ട്രത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ അർമാദയെ പോലും മുൾമുനയിൽ നിർത്താൻ കഴിയുമെന്നാണ്. ലിങ്കൺ മുങ്ങുമോ ഇല്ലയോ എന്നതിലുപരി അത്തരം ഒരു ഭീഷണി ഉയർത്താൻ ഇറാന് സാധിക്കുന്നു എന്നത് തന്നെ വൻ ശക്തികളുടെ പതനത്തിന് സൂചനയായി നമ്മൾ കാണേണ്ടി വരും. പശ്ചിമേഷ്യയുടെ ചക്രവാളത്തിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ലോകം പ്രാർത്ഥിക്കുന്നത് ആയുധങ്ങളുടെ ഈ പരീക്ഷണം കടൽ ഭൂപടത്തിൽ തന്നെ അവസാനിക്കട്ടെ എന്നാണ്. കാരണം അവിടെ വീഴുന്ന ഓരോ മിസൈലും മാറ്റി എഴുതുന്നത് വരാനിരിക്കുന്ന ദശകങ്ങളുടെ ചരിത്രമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ആദ്യം പറഞ്ഞതുപോലെ, ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ എന്ന് പറയപ്പെടുന്ന തടയാൻ കരുത്തില്ല അമേരിക്കയ്ക്ക്. പറഞ്ഞു തീരുന്ന മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ശബ്ദത്തെക്കാൾ വേഗതയിൽ എത്തപ്പെടുന്ന ആ മിസൈലുകളെ തടുക്കുവാൻ ട്രംപിന്റെ സൈന്യത്തിന് കഴിഞ്ഞില്ല എന്ന് വരും, കണ്ടെത്താൻ ട്രംപിന്റെ റഡാറുകൾക്ക് കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയപ്പെടുന്ന ട്രംപ് വിറയ്ക്കുന്നതിന് തുല്യമായിരിക്കും. ആ മിസൈൽ ആക്രമണത്തിൽ ട്രംപ് എരിഞ്ഞടങ്ങിപ്പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.